Yes, welcome again, children. So I hope you are going through the previous lessons and it is quite interesting, right? So we have come across many personality problems, many personality traits of R.K. Narayan, and it is saying about his good aspirations, his expectations, his ideas, his demands, his fantasies, all things we have come across. Then coming to the next paragraph in page number 41. So we have reached the contest where R.K. Narayan is trying to propose Rajam. Rajatine propose ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടു. What really mattered was not my economic outlook but my stars. അപ്പോൾ ഈ കല്യാണത്തിനുള്ള ഏക പ്രശ്നം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മൈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, എൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള ബോധറേഷൻ അല്ല, ബട്ട് ദ സ്റ്റാർസ് അല്ലേ. നമ്മുടെ എന്താണ് ഹിന്ദു മിത്തോളജിയിൽ കല്യാണം നടക്കണമെങ്കിൽ സ്റ്റാർസിൻ്റെയും കൂടെ പെർമിഷൻ വേണം. അപ്പോൾ സ്റ്റാർസ് ആണ് പ്രശ്നം. മൈ ഫാദർ ഇൻ ലോ ഹിംസെൽഫ് ആൻഡ് അഡാപ്റ്റഡ് ടു സ്റ്റഡി ഓഫ് ഹൊറോസ്കോപ്സ്. എൻ്റെ ഭാവി അമ്മായിയപ്പനാണെങ്കിൽ ഹൊറോസ്കോപ്പിൽ ഭയങ്കര വിശ്വാസവും. Then my horoscope had 7th house occupied by Mars. 7 ചൊവ്വ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചൊവ്വാദോഷം ചെറുതായിട്ട് ഉണ്ട്. Then the astrological text plainly stated that Mars in the 7th house indicated nothing but disaster. അപ്പോൾ 7 ചൊവ്വ എന്ന് വെച്ചാൽ ഒരു ഡിസാസ്റ്റർ എന്നാണ് ജ്യോതിഷന്മാർ പറയുന്നത്. ഡിസാസ്റ്റർ മീൻസ് ദ കൊളാപ്സ് അല്ലേ. അങ്ങനെ ഒരാളിനെ കൂടെ കൊണ്ടുപോയാൽ ലൈഫ് വിൽ ബിക്കം എ ഡിസാസ്റ്റർ. അതാണ് ജ്യോതിഷം പറയുന്നത്. ദെൻ എ കേസ് ഇൻ വിച്ച് അല്ലെങ്കിൽ എന്ത് വേണം, അൺലെസ് ദ പാർട്ട്നേഴ്സ് ഹൊറോസ്കോപ്പ് ഓൾസോ കണ്ടെയ്ൻ ദ സെയിം ഫ്ലോ. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണറിനും ദ സെയിം ഫ്ലോ, ദ സെയിം പ്രോബ്ലം ഇൻ ദ ഹൊറോസ്കോപ്പ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. 2 mistakes, 2 wrongs make 1 right. 2 തെറ്റുകൾ ചേരുമ്പോൾ ഒരു ശരിയാകുന്നത് പോലെ. അപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണത്. വൈ ഇറ്റ് ഈസ് സെഡ് ഇൻ ദ പ്രോസ് ദാറ്റ് 2 wrongs make 1 right. 2 തെറ്റുകൾ ചേർന്നാൽ ഒരു ശരിയാകും എന്നുള്ളത് ഏത് കോണ്ടസ്റ്റിലാണ് പറയുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഏത് കോണ്ടസ്റ്റിലാണ്? വെൻ R.K. Narayan is saying about the horoscope. ജ്യോതിഷത്തിനെ പറ്റി പറയുമ്പോൾ ജ്യോതിഷത്തിന്റെ പ്രത്യേകത എന്താണ്? മാർസ് ഇൻ ദ 7th house. When one is having the peculiarity in horoscope, he or she should be having a good life only when the partner is having the same problem. അത് രണ്ടും കൂടെ വരുമ്പോൾ 2 തെറ്റുകൾ ശരിയാകുന്നത് പോലെ when comes to marriage, a person having Mars should hold hands of another person with the same 7th house Mars. The next few weeks, ഇനിയാണ് സംഗതിയുടെ രസം. അടുത്ത കുറച്ച് ആഴ്ചകളിൽ ഐ ബിക്കം സോ ഡിസപ്പോയിൻറ്റഡ് അല്ലേ. നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ വളരെ മീക്കായിട്ടുള്ള മനസ്സുള്ളവർക്ക് അത് മറ്റുള്ളവരെ അറിയിക്കണം. അപ്പോൾ അടുത്ത 2-3 ആഴ്ച അതിൻ്റെ വേവലാതിയിലായിരുന്നു. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് I was a trying period for me. ഇത് നടക്കോ ഇല്ലയോ എന്നൊന്ന് അറിയാം. The headmaster would have none for me. In very gentle terms he expressed his rejection. ഇത് നടക്കത്തില്ലെന്ന് തന്നെ ഹെഡ്മാസ്റ്റർ പറഞ്ഞു. And also his resignation to such a fate since he seemed to have been secretly in my favor. അപ്പോൾ he refused to talk or mingle. കൂടുതൽ ഇത് പ്രൊസീഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഹി ഈസ് റിജക്റ്റിംഗ്. R.K. Narayan ഈസ് ഫീലിംഗ് ദാറ്റ് ദ ഹെഡ് മാസ്റ്റർ ഇസ് റിജക്റ്റിംഗ് ഹിം. ഹെഡ് മാസ്റ്റർ തന്നെ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നി. എന്നാലും ഹി ഈസ് ഷുവർ ദാറ്റ് ദ ഹെഡ് മാസ്റ്റർ ഇസ് ഹാവിങ് എ സോഫ്റ്റ് കോർണർ ടുവേഴ്സ് ഹിം. എന്തായാലും ഒരു സോഫ്റ്റ് കോർണർ തന്നോടുണ്ടെന്ന് R.K. Narayan അറിയാം. ഐ ലോസ് ദ ടേസ്റ്റ് ഫോർ ഫുഡ് ആൻഡ് കമ്പനി. ഞാൻ പിന്നെ എൻ്റെ അഭിനയം അങ്ങോട്ട് തുടങ്ങി. എന്താണ്? ഐ ലോസ് ദ ടേസ്റ്റ് ഓഫ് ഫുഡ് കഴിക്കുന്നില്ല. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി കൊച്ചു കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്. ഫുഡ് കഴിക്കില്ല, പിന്നെ ഒരു കമ്പനിക്കും പോകില്ല. സൾക്കിങ് തന്നെ പിണക്കാണ്, എല്ലാത്തിനോടും പിണക്കം. ഇൻ കോർണർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഹൗസ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഹൗസിലാണ്. സിസ്റ്ററിന് മനസ്സിലാകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. Then my mood was noticed by others with sympathy. ബാക്കി എല്ലാവരും വളരെ സഹതാപത്തോടെ നോക്കി.
ഒരു സെൽഫ് ഡ്രാമറ്റൈസേഷന് ഞാനും ഒരു എൻജോയ്മെന്റ് കണ്ടെത്തി. ഐ ഡ്രാമറ്റൈസ് തിങ്സ് ആൻഡ് മെയ്ഡ് തിങ്സ് മോർ ആൻഡ് മോർ കോംപ്ലക്സ്. ഫുഡ് കഴിക്കുന്നില്ല, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല, താടിയും വളർത്തി മുടിയും വളർത്തി. ഹി ഈസ് ഡ്രാമറ്റൈസിങ് ആസ് ഇഫ് ഹി ഈസ് ലൂസിങ് എവറിത്തിങ്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ആൻഡ് ഡിഡ് ഓൾ ദാറ്റ് വൺ ഡസ് വെൻ ക്രോസ്ഡ് ഇൻ ഹോപ്പ്ലെസ് ലവ്. അല്ലെ, എന്താ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രേമം നഷ്ടപ്പെട്ടവരുടെ എല്ലാ ചേഷ്ടകളും എല്ലാ രൂപവും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഐ അവോയ്ഡ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ഹിസ് സ്കൂൾ വിട്ടു, ഹെഡ് മാസ്റ്ററിനെ കാണാൻ പോകുന്നില്ല. ലേറ്റ് ഇൻ ദ ഈവനിങ് വെൻ ഇറ്റ് ബിക്കേം ഡാർക്ക് ഐ വെന്റ് ഔട്ട് ഓഫ് എ ബ്രിസ്ക് വാക്ക് വിത്ത് മൈ ഹെഡ് ബൗഡ് ഇൻ തോട്ട്. ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ 2-3 ആഴ്ച ഇങ്ങനെ കഴിഞ്ഞു. ഞാനിങ്ങനെ തല കുനിച്ച് ഒരു രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ലുക്കിംഗ് നീദർ ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇടത്തോട്ട് നോക്കുന്നില്ല, വലത്തോട്ട് നോക്കുന്നില്ല. ബട്ട് ടോട്ടലി റാപ്ഡ് അപ്പ് ഇൻ മൈ ഓൺ ഗ്ലൂമി റിഫ്ലക്ഷൻസ്. ജസ്റ്റ് ഇനഫ് ഇനിഷ്യേറ്റീവ് left to smoke 2 gold flake cigarettes and return home. 2 സിഗരറ്റ്, ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റ് ഒക്കെ വലിച്ച് ഞാൻ വീട്ടിലോട്ട് തിരിച്ചുപോയി. മൈ സിസ്റ്റർ ബീങ് മൈ ഹോസ്റ്റസ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഞാൻ. ട്രൈ ടു ചിയർ മീ അപ്പ് ഇൻ മെനി വേയ്സ്. അല്ലെ, അപ്പോൾ ഒരാൾ പിണങ്ങിയിരിക്കുമ്പോൾ നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ നമ്മുടെ ചുറ്റും വന്നിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്നേഹം കൂടുതലുള്ളവർ കൂടുതൽ തവണ വിളിക്കും, പിണക്കം എങ്ങനെയെങ്കിലും പോകാൻ. ഇൻ ഓർഡർ ടു മേക്ക് അതർ പേഴ്സൺ ഫീൽ കംഫർട്ടബിൾ. അല്ലെ, പിണങ്ങി ഇരിക്കുന്ന ആളിനോട് പെട്ടെന്ന് മിണ്ടുന്നവരാണ് അവരോട് ഏറ്റവും സ്നേഹമുള്ളവർ. അപ്പോൾ അങ്ങനെ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, ചോദിച്ചു, പല കാര്യങ്ങളും ചെയ്തു എന്നെ ഒന്ന് ചിയറപ്പാക്കാൻ. ദെൻ മൈ പെൻസീവ് പോസ് ഗോട്ട് ഓൺ ഹെർ നെർവ്സ്. ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര വിഷമം. At this period I remember writing a play. It kept me busy all the afternoon. അപ്പോൾ ഇതിന് എങ്ങനെങ്കിലും ഒരു ഐ വാണ്ട് സം റിലാക്സേഷൻ, സോ ഐ എം തിങ്കിങ് അബൌട്ട് റൈറ്റിംഗ് സംതിങ്. അപ്പോൾ ഈ ഒരു പെൻസീവ് മൂഡ് എന്നെ ബാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഐ എം ഡിസൈഡിങ് ടു റൈറ്റ് സംതിങ്. എനിക്ക് ഇതൊക്കെ ഒന്ന് എഴുതി തീർക്കണം. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ദ പ്ലേ വാസ് കോൾഡ് ദ ഹോം ഓഫ് തണ്ടർ. അപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോം ഓഫ് തണ്ടർ എന്നുള്ള എഴുത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താ, ആ വീട്ടിലൊരു ഇടിവെട്ടുന്ന വീട്. അല്ലെ, ആക്ച്വലി അവിടെ ഇടിവെട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് വെരി പെൻസീവ്, വെരി സാഡ്, സോറോഫുൾ. അല്ലെ, അപ്പോൾ പക്ഷെ ആരുടെ മനസ്സിലാണ് ഇപ്പൊ ഇടിവെട്ടുന്നത്? ഓദറിന്റെ മനസ്സിൽ, ആർ കെ നാരായണന്റെ മനസ്സിൽ ഇപ്പോൾ തണ്ടർ ബോൾട്ട് ആണ്. അപ്പോൾ അതിലെന്താണുള്ളത്? ഇറ്റ്സ് എ ഫൈറ്റ്ഫുൾ ട്രാജഡി ഇൻ വിച്ച് ദ പ്രിൻസിപ്പൽ ക്യാരക്ടേഴ്സ് ആർ സ്ട്രക്ക് ഡെഡ് ബൈ ലൈറ്റനിങ് ഓൺ ദ ടവർ ഓപ്പൺ ടു ദ സ്കൈസ്. അപ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ടെറസിന്റെ മുകളിൽ ലൈറ്റനിങ്ങിൽ മരിക്കുന്ന. അപ്പോൾ ഓദറിന്റെ ട്രാജിക് മൈൻഡ് ഈസ് സെർവിങ് ടു ദ പേർപ്പസ് ഓഫ് ദ റൈറ്റിംഗ്. ഓദറിന്റെ റൈറ്റിങ്ങിലേക്ക് എന്ത് വന്നു? അയാളുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങൾ വന്നു. Then, with a clap of thunder, it was a highly philosophical play examining the ideas of love. അപ്പം സ്നേഹത്തിന്റെ ഐഡിയ, റെസിഗ്നേഷൻ, എല്ലാത്തിൻ്റെയും ത്യാഗത്തിന്റെ, ആൻഡ് ഡെത്ത്. ഫൈനലി ദ ഡെത്ത് ഇസ് ഹാപ്പനിങ്. മരണത്തിന്റെയും ഒക്കെ ഒരു തീമുള്ള ഒരു പ്ലേ. എന്താണ് പ്ലേയുടെ പേര്? നാടകം എഴുതി ദ ഹോം ഓഫ് തണ്ടർ. അപ്പോൾ സി ചിൽഡ്രൻ, യു മസ്റ്റ് റിമെമ്പർ ദ കോണ്ടസ്റ്റ് വേർ ആർ കെ നാരായൺ റൈറ്റ്സ് ദ പ്ലേ. I had great hopes for its future and in due course sent it round to all kinds of producers and directors. അപ്പോൾ നാടകമാണ് എഴുതിയത്, അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ അയച്ചു കൊടുത്തു. സോ ദാറ്റ് എവറി റൈറ്റർ in every moment he or she is expecting too much. അപ്പോൾ എൻ്റെ ഈ നാടകം നല്ല നാടകമായിരിക്കും എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ അയച്ചു കൊടുത്തു. In every part of the civilized world, I had forgotten all about its existence till a few months ago. Again, David Hickman's office discovered and returned the manuscript. അങ്ങനെ ലോകത്തുള്ള എല്ലായിടത്തും അയച്ചു കൊടുത്തു. ഞാൻ തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഡേവിഡ് ഹിക്ഹാംസിന്റെ ഓഫീസിൽ നിന്ന് മാനുസ്ക്രിപ്റ്റ് തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് that session. So one question is there. It is about the play The Home of Thunder. So thank you. Welcome children. So we are going to the next paragraph. So I think you are sure about the happenings in the young age of R.K. Narayan, right?
So the drama happening after the refusal of that proposal by headmaster, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. അപ്പോൾ ഹൊറോസ്കോപ്പിലെ ഹഡിൽ കൊണ്ട് ഇത് നടക്കില്ല എന്ന് തന്നെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ആ സമയത്ത് എഴുതിയ പ്ലേ ആണ് അവിടെ വരെ വന്ന് നിൽക്കുന്നു. പേജ് നമ്പർ 42 ഫസ്റ്റ് പാരഗ്രാഫ്. ദ ഈവിൾ ഓഫ് മൈ സ്റ്റാർസ്, എൻ്റെ ഈ നക്ഷത്ര ദോഷമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്നുള്ള ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. സൂൺ ബിക്കം എ മാറ്റർ ഓഫ് ഡിസ്കഷൻ അമംഗ് ദ ഹെഡ് മാസ്റ്റേഴ്സ് ആസ്ട്രോളജിക്കൽ ഗ്രൂപ്പ്. ഇനി ഹെഡ് മാസ്റ്ററിന് ഓദറിനെ വേണം താനും, എന്നാൽ ഈ ജ്യോതിഷം സമ്മതിക്കുന്നുമില്ല. എനിവേ he came to know that it become a story of discussion in the astrological group of headmaster. എന്തൊക്കെയോ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. Then he sought me out and sent me here and there to meet his colleagues and talk it over with them to bring up their opinions and conclusion. അപ്പോൾ ഹെഡ് മാസ്റ്റർ തന്നെ എന്തെടുത്തു, എന്നെ പറഞ്ഞു വിടും ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് ജാതകം കൊണ്ട് പോയിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട്. ദെൻ അങ്ങനെ ഒരാളാണ് ചെല്ലപ്പ സാർ. ചെല്ലപ്പ സാർ എന്ന് പറയുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ അടുത്ത് ആരെ പറഞ്ഞു വിടുന്നു? ഹെഡ് മാസ്റ്റർ വാസ് സെൻഡിങ് അവർ ഓതർ R.K. Narayan to ചെല്ലപ്പ സാർ. I don't know why I went to his house and perhaps he was a retired teacher and he was said to be an expert. ഒരു എക്സ്പേർട്ട് ആണ്, അസ്ട്രോളജിയിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണെന്ന് വെച്ചിട്ടാണ് ചെല്ലപ്പ സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പം അദ്ദേഹം എന്താ ചെയ്തത്? I went to his house and explained my mission. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി. He snapped at me. Snapped means spoke sharply. എന്നോട് രൂക്ഷമായിട്ട് സംസാരിച്ചു. What do you want me to do? ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ. Am I Brahma to change your stars? നിന്റെ നക്ഷത്രമൊക്കെ തിരുത്താൻ ഞാൻ എന്താ ബ്രഹ്മദേവനാണോ? He looked angry for some inexplicable reason. ഒരു കാരണവും ഇല്ലാതെ എന്റെ നേരെ ദേഷ്യപ്പെട്ടു. Go and tell that headmaster one thing. ചെന്നിട്ട് ഹെഡ് മാസ്റ്ററിനോട് പറയണം, I don't care whether his daughter gets married or not. I will hold on to my views. അദ്ദേഹത്തിന്റെ മകള് കല്യാണം കഴിക്കാതിരിക്കോ എന്ത് വേണേ ചെയ്തോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റാൻ പോകുന്നില്ല. അപ്പൊ എന്താ സംഗതി? ദിസ് ചെല്ലപ്പ സർ ഹാഡ് ഓൾറെഡി ഗോൺ ത്രൂ ദ horoscope of both these persons and said that it is not going to match. അപ്പൊ വീണ്ടും അതുമായിട്ട് നമ്മുടെ ഓദർ വന്നപ്പോൾ പറ്റാണ്. Then if he knows better astrology than I do, he should not trouble me like this. എന്നെക്കാട്ടിലെ അറിവ് ഹെഡ് മാസ്റ്റർക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? If he listens to reason, he should go ahead and fix a date for wedding. ഞാൻ പറഞ്ഞത് കേൾക്കണ്ട. If he is sure that the astrology is not having any importance, or if he is sure that I am not having any importance in astrology, or what all things I had said is wrong എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെഡിങ് നടത്തട്ടെ. അല്ലാതെ he hasn't noticed the moon's position in his daughter's horoscope which neutralizes the Mars. അപ്പൊ എന്താണ്? But that man expects me to give him a guarantee that Mars will not harm his daughter. അപ്പൊ എന്താണ്? ഹെഡ് മാസ്റ്ററിന് രണ്ടും വേണം. കല്യാണം നടക്കാനും ഒരു ആഗ്രഹമുണ്ട്, ഓദറിനെ തള്ളിക്കളയാനും വയ്യ. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ജ്യോതിഷൻ ഏസ് പറയുകയാണെങ്കിൽ ഓക്കെ ആക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ബട്ട് ചെല്ലപ്പ സാർ വാസ് വെരി ആംഗ്രി വിത്ത് ദ ബിഹേവിയർ ഓഫ് ഹെഡ് മാസ്റ്റർ സെൻഡിങ് R.K. നാരായൺ അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ അദ്ദേഹം പറയാണ് ഇനിയും if he is sure that Mars is not going to do any harm to his daughter, അയാൾ ഹെഡ് മാസ്റ്ററിന് ഉറപ്പാണ് മാഴ്സ് ഒരു തരത്തിലും ചൊവ്വാദോഷം ഒരു തരത്തിലും മോളുടെ ജീവിതത്തിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കല്യാണം നടത്തിക്കോട്ടെ. I am not Brahma. Again he is saying that ഞാൻ ബ്രഹ്മദേവനല്ല ആൾക്കാരുടെ വിധി മാറ്റാൻ. He raised his voice to a shrieking pitch and repeated, I do not care whether that man's daughter is married or not. എനിക്ക് ഇതിൽ യാതൊരു I have no interest whether his daughter is getting married or not. അദ്ദേഹത്തിന്റെ മകൾ കല്യാണം കഴിക്കാതിരിക്കോ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. In spite of all these fluctuations and hurdles, my marriage came off in a few months, celebrated with all pomp, show, festivity, exchange of gifts
and overcrowding that my parents desired and expected. എന്തായാലും ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ദ മാരേജ് വാസ് ഫിക്സ്ഡ് ആൻഡ് ഇറ്റ് വാസ് ഡൺ. ഗിഫ്റ്റ്സുകൾ കൈമാറുന്നു, എ ഗ്രേറ്റ് ഷോ, എ പോംബ്, ഒരു ഭയങ്കര ആഡംബരം, ഫെസ്റ്റിവിറ്റി, ഇതൊക്കെ ആയിട്ട് കല്യാണം നടക്കുന്നു. Then coming to the next paragraph, that means the second paragraph in the 43rd page. Soon after my marriage my father became bedridden. അല്ലേ, അപ്പോൾ ചൊവ്വാദോഷമാണ്, വീട്ടിലോട്ട് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ കിടപ്പായി. അപ്പോൾ ഫാദർ ഓഫ് ആർ കെ നാരായൺ became bedridden with a paralytic stroke വന്നു കിടപ്പ്. And most of my mother's time was spent at his side upstairs. അപ്പോൾ അമ്മ മോളിൽ അപ്സ്റ്റേഴ്സിൽ അച്ഛൻ്റെ കൂടെ ആയി. Then you entered into the family my wife രാജം. അപ്പോൾ എന്താണ് പേരെന്താണ്? ആർ കെ നാരായണന്റെ വൈഫിന്റെ പേരെന്ന് രാജം. Was her deputy downstairs. അപ്പോൾ അല്ലേ, പുതിയ ന്യൂ ഡോട്ടർ ഇൻ ലോ ആണ്. എനിവേ she is serving good in the family and she is a deputy, ഒരു എന്താ പറയാ, എ ഗുഡ് ഹെൽപ്പർ എന്നുള്ള രീതിയിൽ താഴെയാണ്. മാനേജിങ് മൈ 3 younger brothers. അല്ലേ, അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടി വരും, എന്നാൽ ആ കാലത്ത് എങ്ങനെയായിരുന്നു അല്ലേ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അങ്ങനെയാണ്. ഓൾവേസ് ദ മെമ്പേഴ്സ് ആർ മെനി ആൻഡ് ദ വിമൻ have got lot of duties there. She wants to look after every person at a time. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കയറിയ രാജ്യത്തിന് her duty was to look after 3 young children in the family who were still at school, a cook in kitchen, a general servant and a gigantic black and white Great Dane acquired by my elder brother who was a dog lover. അപ്പോൾ ഇത്രയും പേരെ നോക്കുന്നത് പോരാ, കൂടെ ഒരു ഗ്രേറ്റ് ഡെയിൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ സ്പീഷീസ് ഇൻ ദ ജനർ ഓഫ് ഡോഗ്സ്. അപ്പോൾ ആ ഒരു വലിയ ഗ്രേറ്റ് ഡെയിനും ഉണ്ടായിരുന്നു എൽഡർ ബ്രദർ കൊണ്ടുവന്നു. ഇത്രയും പേരെ നോക്കേണ്ട ചുമതല രാജ്യത്തിനായി. Then she kept an eye on the stores, replenishing the foodstuffs and guarding them from being squandered or stolen by the cook. അപ്പോൾ അടുക്കളയിൽ വേറെ കുക്കൊക്കെ ഉണ്ട്. അപ്പം മോർ ഓവർ ഷീ ഹാസ് ഗോട്ട് ദ ഡ്യൂട്ടി ടു ചെക്ക് വെദർ ദ കുക്ക് ഓർ അതർ പേഴ്സൺ ഈസ് വേസ്റ്റിംഗ് ഫുഡ് മെറ്റീരിയൽസ് ഓർ നോട്ട്. അങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസും രാജ്യത്തിൻ്റെ കീഴിലായി. ദെൻ രാജ്യം വാസ് ലെസ് ദാൻ 20. രാജ്യത്തിന് എത്ര വയസ്സേ ഉള്ളൂ? 20 താഴെയുള്ളൂ പ്രായം. But managed the housekeeping expertly and earned my mother's by mother's love. അപ്പം ലവ് ആൻഡ് പ്രൈസ്, നല്ല പോലെ ജോലി ചെയ്യുന്നത് കൊണ്ട് അമ്മായിയമ്മയുടെ നല്ല ഗുഡ് ബുക്സിലൊക്കെ കയറി. Then she got on excellently with my brothers. എൻ്റെ അനിയന്മാരെയൊക്കെ നന്നായിട്ട് ഭക്ഷണമൊക്കെ നോക്കും. This was one advantage of joint family system. One advantage പറയാണ്, one had plenty of company at home. അപ്പോൾ ജോയിന്റ് ഫാമിലിയിൽ ഒത്തിരി മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഡിമെറിറ്റ്സിനെക്കാട്ടി കൂടുതൽ മെറിറ്റ്സ് ആണ് അവിടെ. മെനി കമ്പനീസ് വുഡ് ബി ദർ. ഒത്തിരി പേര് കേൾക്കാനും കാണാനും ചിരിക്കാനും കരയാനും ഒക്കെ കാണും. നൗ വി ഡോണ്ട് ഹാവ് that advantage because we are having the nuclear families and nobody to be taken care of, nobody to hear us, nobody to listen us, nobody to see us. അതിനൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. Anyway, joint family system was there at that time. Then yet with all the group life there was still enough privacy for me and my wife. അപ്പോൾ എത്രയൊക്കെ ഉണ്ടായിരുന്നില്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറച്ച് പ്രൈവസി ഉണ്ടായിരുന്നു. We had a room for ourselves and when we retired into it we were an idyllic world of our own. They were also enjoying as their own. അവർക്കൊരു നല്ല പിക്ചറസ്ക് ലൈഫായിരുന്നു. they still enjoy that privacy in the house. Within 6 months she proved such an adept at housekeeping that my mother left her in complete charge. 6 മാസമായപ്പോൾ വീടിൻ്റെ ഫുള്ള് താക്കോല് അല്ലേ, അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. എനിവേ രാജം was being victorious in handling all the things, so the mother
her in-law was very happy and she gave that key of everything to Raja. Then we found the time to exchange pleasantries and intimacies only when she took a little time off during the day and come to my room. അപ്പോൾ പകൽ കുറച്ച് സമയമാണ് എൻ്റെ മുറിയിലേക്ക് വരുന്നത്. ദാറ്റ് ടൈം വി വെർ എൻജോയിങ്. ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ എവറി വൺ ഹി റിട്ടയർഡ് ആൻഡ് ദ കിച്ചൺ ഡോർ വാസ് ഷട്ട്. രാത്രിയിൽ അടുക്കളയൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് രാജൻ വരുന്നു. ദെൻ or night presently I did not find too much time to spend at home either. ഇപ്പോൾ എനിക്കാണെങ്കിലും വീട്ടിലിരിക്കാൻ സമയമില്ല. ആൻഡ് there it is saying about the job of the author. അടുത്ത പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. what do you know about Rajam as a wife, as a daughter-in-law, as a member, as a cook, as everything of the house? How she become an all-rounder after 6 months എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Then coming to the next paragraph, in order to stabilize my income, അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. I become a newspaper reporter. അപ്പോൾ ഈ എഴുതുന്നു, പബ്ലിഷേഴ്സിന് അയച്ചു കൊടുക്കുന്നു, അവർ റിജക്റ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ സ്ഥിരം സംഭവമായിട്ട് നടന്നു. അപ്പോൾ എനിവേ നൗ he is not alone. She wants to give more money to the family. അതുകൊണ്ട് എന്ത് ചെയ്തു? not stabilize his income, he become a newspaper reporter. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടറിന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. എന്തിനാണ്? ഇൻകം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. അതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ. ദെൻ മൈ ബിസിനസ് വുഡ് ബി ടു ഗ്യാദർ മൈസൂർ സിറ്റി ന്യൂസ്. എന്താണ്? മൈസൂർ സിറ്റിയിൽ നടക്കുന്ന ന്യൂസുകളൊക്കെ കണ്ടെത്തുക, അതാണ്. And send it daily to a newspaper published in Madras called The Justice. മദ്രാസിൽ പബ്ലിഷ് ചെയ്യുന്ന ദ ജസ്റ്റിസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പബ്ലിഷേഴ്സിന് ന്യൂസുകൾ എത്തിച്ചു കൊടുക്കുക. മൈസൂർ സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിന് ന്യൂസുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ദ ജോബ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ഇൻ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ. ദ ഡെയിലി വാസ് ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട്. ആ ഡെയിലിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡെയിലിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ദ ജസ്റ്റിസ് എന്നാണ്, ന്യായം. അപ്പൊ എന്താണ് അവിടെ ഒരു ജസ്റ്റിസിന്റെ ഇൻജസ്റ്റിസിന്റെ ഒരു കഥ വരുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. ആൻഡ് ദ ഡെയിലി വാസ് ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട് ദ കോസ് ഓഫ് ദ നോൺ ബ്രാഹ്മൺ ഹു സഫേർഡ് ഫ്രം ദ ഡൊമിനിയൻ ഓഫ് ദ മൈനോറിറ്റി Brahmin class in public life, government service and education. അപ്പോൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണെങ്കിലും ഗവൺമെന്റ് സർവീസ് ആണെങ്കിലും പബ്ലിക് ലൈഫ് ആണെങ്കിലും ഒക്കെ നോൺ ബ്രാഹ്മിനായിട്ട് ആ കാലത്ത് ഉള്ള ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എഗൻസ്റ്റ് ദറ്റ് ബ്രാഹ്മിൻ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഡെയിലിയാണ് ദ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോ ദ ജസ്റ്റിസ് ഈസ് ഓഫറിംഗ് ടു ദ നോൺ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി ഹു ഈസ് സഫറിംഗ് ഫ്രം ദ ലോസിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ, പബ്ലിക് ലൈഫ് ആൻഡ് ഗവൺമെന്റ്. പക്ഷെ അത് എന്താണെന്നാണ് പറയുന്നത്? ദോ ദ ജസ്റ്റിസ് വാസ് എ പ്രൊപ്പഗാൻഡിസ്റ്റ് പേപ്പർ. അതെന്തോ ഒരു നിഗൂഢമായ ഉദ്ദേശത്തോടെ ബ്രാഹ്മണരെ ഒക്കെ എതിരായിട്ട് നടത്തുന്നതാണ് എന്ന് അറിയാം. ഒരു പ്രത്യേക പ്രൊപ്പഗാൻഡ ആയിട്ട് ബ്രാഹ്മണ സമൂഹത്തിന് എതിരായിട്ട് നടത്തുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ ദ ജസ്റ്റിസ് എന്ന പേരുമായിട്ട് അതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? ആക്ച്വലി ദ എയിം ഓഫ് that daily is to make non-Brahmins to the limelight. വെളിച്ചത്തിലേക്ക് നോൺ ബ്രാഹ്മിൻസിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് ഡെയിലിയുടെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അത് ബ്രാഹ്മണരുടെ ഒരു മൊത്തം വിഭാഗത്തിന് എതിരായിട്ട് സംസാരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തിൽ ഉള്ളൊരു ന്യൂസ് പേപ്പറാണ്. Then it somehow did not mind having me as a correspondent in Mysore. അപ്പോൾ ഞാൻ അവിടെ മൈസൂരിലെ കറസ്പോണ്ടന്റ് ആയിട്ട് ജോലി നോക്കി. I left home at about 9 in the morning. ഞാൻ 9 മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് തിരിക്കും.
and went out news hunting through the bazaar and the marketplace all on foot. അപ്പം നടന്നിട്ടാണ് ഞാൻ ന്യൂസ് അന്വേഷിച്ച് നടക്കുന്നത്. എവിടെ? ബസാറിൽ പോകും, മാർക്കറ്റ് പ്ലേസിൽ പോകും, ആൻഡ് ഐ ഹങ് അബൌട്ട് ലോ കോർട്സ്, കോടതിയിൽ പോകും, പോലീസ് സ്റ്റേഷനിൽ പോകും, മുനിസിപ്പൽ ബിൽഡിങ്ങിൽ പോകും, ആൻഡ് ട്രൈ ടു മേക്ക് അപ്പ് അറ്റ്ലീസ്റ്റ് 10 inches ഓഫ് ന്യൂസ് ഈച്ച് ഡേ ബിഫോർ ലഞ്ച് ടൈം. അപ്പോൾ എന്താണ്, ലഞ്ച് ടൈമിന് മുമ്പ് ഏകദേശം ഒരു, അപ്പോൾ ഇഞ്ച് കണക്ക് പറയുന്നത് ഫോർ ഈച്ച് ഇഞ്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് പെയ്ഡ്. അപ്പോൾ ഓരോ ഇഞ്ചിനാണ്, പേപ്പറിൽ വരുന്ന ഓരോ ഇഞ്ചിനാണ് പേയ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഹി ഈസ് ഡൂയിങ് ദാറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത്. എവിടെയൊക്കെയാണ് ദാറ്റ് വി ഹാവ് സെറ്റ് law courts, police stations, municipal building, and try to make up the at least 6 inches. And I return home at 1 o'clock. അങ്ങനെ 1 o'clock-ന് തിരിച്ചു പോകും. Bottle down a lunch കഴിക്കും. Sat down at my typewriter. ടൈപ്പ് ചെയ്തും കൂടെ റെഡിയാക്കാം. With appropriate headings. I now had an old Remington portable typewriter. ഒരു പഴയ റെമിങ്ടണിന്റെ പോർട്ടബിൾ ടൈപ്പ്റൈറ്റർ ഉണ്ട്. which was a present from my younger sister. എൻ്റെ younger sister എനിക്ക് തന്ന ടൈപ്പ്റൈറ്റർ ആണ്. It took me an hour or more to type the items. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ പോലെയല്ല, it takes a lot of time to type. Anyway, I signed and sealed the report in an envelope and rushed to the Chamarajapuram post office before the postal clearance at 2:20. എന്നും ഇത് തന്നെ, the daily routine is the same. അപ്പോൾ ചാമരാജപുരം പോസ്റ്റ് ഓഫീസിന്റെ ക്ലിയറൻസ് 2:20-ക്കാണ് നടക്കുന്നത്. അതിനു മുമ്പ് അവിടെ എത്തിയെങ്കിൽ, ബിക്കോസ് ദീസ് ഓൾ തിങ്സ് ഇറ്റ് ഷുഡ് റീച്ച് മദ്രാസിൽ എത്തേണ്ടതാണ്. അപ്പോൾ ക്ലിയറൻസിന് മുമ്പ് 2:20 ആകുമ്പോൾ ടൈപ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ചാമരാജപുരത്ത് എത്തണം. അവിടെ സംടൈംസ് മൈ യങ്ങസ്റ്റ് ബ്രദർ ലക്ഷ്മണനെ നിങ്ങൾക്ക് അറിയായിരിക്കും, RK ലക്ഷ്മൺ, ദ ഫേമസ് കാർട്ടൂണിസ്റ്റ്, ഹിസ് യങ്ങർ ബ്രദർ ആണ്. And sometimes he was ready with his bicycle to ride off to the post office and for a tiny fee of copper for each trip. ചെറിയ തുട്ട് കൊടുക്കും as a gift. Anyway, there was really to need to rush, like, since most of the news items could wait or need to be published at all. But we were in a competitive society. അപ്പോൾ എന്തായാലും ഐ മെയ്ഡ് റെഡി ദ ന്യൂസ് ഓഫ് മൈസൂർ സിറ്റി. അത് അവിടെ എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മേ ബി ദ പേഴ്സൺസ് ദെയർ ഈസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ഓർ നോട്ട് എന്നുള്ളത് RK നാരായണൻ അറിയില്ല. RK നാരായണൻ അത് ഷുവറും അല്ല. ആൻഡ് ഹി ഈസ് സെയിങ് ദാറ്റ് I feared that the Madras papers like the Mail or the Hindu, whose correspondents had telephone and telegraph facilities, might get ahead of me. എനിക്ക് പേടിയാണ് അല്ലേ, ഇത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഡെയിലിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബട്ട് ആൻഡ് ഐ ആം ടേക്കിംഗ് മച്ച് പെയിൻ ടു മേക്ക് തിങ്സ് ഡൺ. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ മദ്രാസിൽ തന്നെ ഹിന്ദുവിൻ്റെയും മെയിൽ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൻ്റെയും ഒക്കെ ന്യൂസ് റിപ്പോർട്ടേഴ്സ്, അവർക്ക് ദേ ഹാഡ് ദാറ്റ് accessibility of telephone and telegraph facilities ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെ തന്നെക്കാട്ടി മികച്ചതായി പോകുമോ എന്നൊക്കെയുള്ളൊരു പേടി RK നാരായണനുണ്ട്. ബട്ട് ദോസ് കറസ്പോണ്ടൻസ് വെർ ലോഫ്റ്റി ആൻഡ് ഡിഡ് നോട്ട് കെയർ ഫോർ ദ ഐറ്റംസ് ഐ വാല്യൂ. പക്ഷെ ഞാൻ കണ്ടെത്തുന്ന ഒരു കാര്യം ഷുവറാണ്, ഞാൻ കണ്ടെത്തുന്ന കാര്യങ്ങൾക്കൊന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ദേ ആർ സീക്കിംഗ് ഫോർ പോപ്പുലർ ന്യൂസ്. ഇവിടെ മദ്രാസ് സിറ്റിയിൽ പോസ്റ്റ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നടക്കുന്ന ചെറിയ ചെറിയ ന്യൂസുകളാണ് ഞാൻ എഴുതി വിടുന്നത്. ബട്ട് ദേ ആർ ഹാവിങ് എ ലോട്ട് ഓഫ് തിങ്സ് ടു കവർ. അവർക്ക് വലിയ വലിയ കാര്യങ്ങളാണ് അവർ. അപ്പം അതും ഒരു ഭാഗ്യമായിട്ട് എനിക്ക് വന്നു ആക്ച്വലി. സോ ദാറ്റ് ഐ കണ്ടിന്യൂ ദർ ഇൻ ദ പേപ്പർ ദ ജസ്റ്റിസ് ഫോർ സം മന്ത്സ്. അതുകൊണ്ട് എനിക്ക് അത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് those correspondents were lofty and did not care for the items I valued? അത് ആരാണ്? what is the context of saying that? അപ്പം എന്താണ് കോണ്ടെസ്റ്റ്? എന്താണ്? ഹിസ് ലൈഫ് ആസ് എ റിപ്പോർട്ടറായിട്ടുള്ള ദ ജസ്റ്റിസിൽ എന്ന് പറയുന്ന ഡെയിലിയിലെ റിപ്പോർട്ടറായിട്ടുള്ള കഥയാണ് RK നാരായൺ പറയുന്നത്. അപ്പോൾ
Actually, it is about the news that is happening in Mysore city. He had to send that news to the Madras ഡെയിലിയിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ and he was having that fear whether the reporters there in Hindu and the Mail എന്നൊക്കെ പറയുന്ന ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് they have that opportunity of getting telephone and telegraph facilities which R.K. Narayan is not having. But one thing it is sure that, or one thing R.K. Narayan was feeling lucky is that, or was that, they are not at all interested in the matters which R.K. Narayan have that interest. R.K. Narayan interest ഉള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്നുള്ളതൊരു ഭാഗ്യം കൊണ്ട്, അതുകൊണ്ട് തന്നെ തൻ്റെ ന്യൂസുകൾക്കും അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നു. So that is the 6th question of your question session. So here ends this session, and thank you so much.